വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായി ലോങ് വീഡിയോ എടുത്തിട്ട്. പ്രത്യേകിച്ച് ഞാനിപ്പം ലോങ് വീഡിയോ എടുക്കലേ ഇല്ല, ഷോർട്സ് ആണ് എടുക്കൽ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാന്ന്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ തൊട്ടടുത്തില്ല കുണിയനില് പോകുന്നുണ്ട്. കുണിയനില് വെറുതെ ജസ്റ്റ് ഒന്ന് ആടേലും പോയി ഒന്ന് കുറച്ചു നേരം നിന്നിട്ടെല്ലാം വരാന്ന് വിചാരിച്ചിട്ട് പോന്നെയാണ്. കുണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴയും അങ്ങനെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അപ്പം ഞാനും അച്ഛനും കൂടിയിട്ടാണ് പോകുന്നത്, ഒറ്റക്കല്ല. അവിടെ ഒറ്റക്ക് പോകാനൊരു മടി, അതുകൊണ്ട് അച്ഛനെയും കൂട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും അച്ഛൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു. അപ്പൊ അച്ഛനെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അച്ഛനെ കുറച്ചും കൂടി സന്തോഷമാകും. പണ്ട് അച്ഛൻ എന്നെയും കൂട്ടിയിട്ട് പോകുന്ന സ്ഥലമാണ് ഈ കുണിയൻ. ഞാൻ വീട്ടിലെല്ലാം വെറുതെ ഇങ്ങനെ കുരുത്തക്കടലും കഴിക്കുമ്പം അതൊന്ന് ശാന്തമാക്കാൻ വേണ്ടി എന്നെ കൂട്ടിയിട്ട് കുണിയനിലും ആടിയിടലിലും കറങ്ങാൻ വേണ്ടി സൈക്കിളിൽ കൊണ്ടുപോകും. ഇന്ന് ഞാൻ വലുതായിട്ട് ഞാൻ എൻ്റെ അച്ഛനെയും കൂട്ടിയിട്ട് എല്ലായിടത്തും പോയിന്ന്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഞാൻ പറയും, പണ്ട് അച്ഛൻ എന്നെ കൂട്ടി പോയ സ്ഥലത്തിൽ ഇപ്പൊ ഞാൻ അച്ഛനെ കൂട്ടി പോകുന്നുണ്ട് കേട്ടാന്ന് പറയും. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇരുന്ന് പോന്നെയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം അമ്മയാണെങ്കിൽ അമ്മക്ക് ബാക്കിൽ വണ്ടിയിൽ ഇരുന്നിട്ട് വീഡിയോയിൽ എടുക്കാം. പക്ഷെ അച്ഛനെ അങ്ങനെ ആവൂല. എനിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റൂല, സാഹസികമൊന്നും ഞാൻ കളിക്കൂല. അതുകൊണ്ട് അവിടെ എത്തിയിട്ടുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ കുടിയൻ പുഴ എന്ന് പറയുന്നത്. അധികം റോഡിന് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പണ്ട് എങ്ങനെയാ അച്ഛൻ ഈ പാലുണ്ടായിനി? ആ, ഇങ്ങനെ ആട് ചില മരമൊന്നും ആടെ ഇടക്ക് ഉണ്ടാവൂല. അതെ, പണ്ട് എന്താണ് കാമനയിലാക്കാൻ വേണ്ടിട്ട് കാമനയാക്കാൻ വേണ്ടിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ പാലം കടന്നിട്ട് ഇതേ പാലം ഇങ്ങനെയൊന്നും വലുതില്ല, ഇത്ര പോലെ ഉണ്ടാവുള്ളൂ സൈസ്. അത് ആ മരം വെച്ചിട്ട് അപ്പുറത്തേക്ക് കടന്നിട്ട് അപ്പുറത്തെ ഭാഗത്തു നിന്ന് വേണം നമുക്ക് എന്താക്കാൻ, പൂ പറിക്കാൻ. പലതരം വെറൈറ്റി പൂക്കളുണ്ട്. ബാ, നമുക്ക് അതിന്റെ ഇടക്കയിലൊന്ന് പോയി നോക്കിട്ട് വരാല്ലോ. ബാ, ഇതിന്റെ ഇടക്കേ വാ. ഈശ്വര, ആരെങ്കിലും ഉണ്ടാവുമെന്നൊന്നും പറയാൻ കഴിയില്ല ഗൈസ്. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. സുന്ദരൻ തന്നെ, സുന്ദരനായിട്ടുണ്ട് അല്ലേ? യെസ്. ഗൈസ്, ഈ നാട്ടിലുള്ളവരെല്ലാം യാത്ര ചെയ്യുന്നത് ആദ്യകാലത്തല്ല, ഇപ്പോ അതെ, ഇപ്പൊ ഇടുന്ന വണ്ടി വരുമ്പം യാത്ര ചെയ്യുന്നത് അതെ അത്യാവശ്യത്തിനുള്ള വണ്ടി, അതാണ് ഈ ട്രക്കർ. ഓക്കെ, ദിവാരേട്ടൻ അതുപോലെ 3 ട്രക്കറാണുള്ളത്. ഇങ്ങനെയുള്ള വണ്ടികളിലാണ് ഈ നാട്ടിലുള്ള മിക്ക ആൾക്കാരും യാത്ര ചെയ്യുന്നത്. പിന്നെ വീട്ടിലില്ല സ്വന്തമായിട്ടുള്ള വണ്ടി ഇല്ലവരുണ്ടെങ്കിൽ അങ്ങനെയും പോവാം. നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ കൊടയും എടുത്തിട്ടില്ല. നമ്മള് പുഴ അടുത്തേക്ക് കാണണമെങ്കിലുള്ള റൂട്ട്. നമ്മളെ നാട്ടിലേക്ക് എത്തിപ്പെടാനുള്ള മെയിൻ മാർഗം എന്ന് പറഞ്ഞാൽ ട്രക്കറാണ്. 3 ട്രക്കറാണുള്ളത്. ദിവാരേട്ടൻ, രാജേട്ടൻ, ഗണേശേട്ടൻ. ഇവര് മാറി മാറി വന്നിട്ടാണ് നമ്മൾ അധികം പയ്യന്നൂരേക്ക് പോലെ. പിന്നെ അത് കൂടാണ്ട് മുക്ക് വരെ ഓട്ടോ ഉണ്ട്. മുക്കിന്ന് കുണിയനിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുണിയനിലുള്ളവർ പ്രത്യേകിച്ചും ട്രക്കറിലാണ് പോലെ. പിന്നെ എനിക്ക് ഓട്ടോയിൽ പോയാൽ കുറച്ചേ നടക്കുന്നുണ്ട്, പക്ഷെ കുണിയനിലേക്ക് ഒരുപാട് നടക്കാനുണ്ട്. അവർ പ്രത്യേകിച്ചും ട്രക്കർ മാർഗത്തിലൂടെ തന്നെയാണ് കൂടുതലും യാത്ര ചെയ്യുന്നത്. പിന്നെ വീട്ടിൽ സ്വന്തമായിട്ട് വണ്ടിയിലവരാണെങ്കിൽ അവർ സ്വന്തം വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യും. അങ്ങനെ ഇല്ലവർക്ക് ബുദ്ധിമുട്ടില്ല, അങ്ങനെ ഇല്ലാത്തവർക്കാണ് ബുദ്ധിമുട്ട് കൂടുതലും അനുഭവപ്പെടും. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒറ്റയ്ക്ക് വരല് വലിയ സേഫ് അല്ല. അതുകൊണ്ടാണ് ഞാൻ അച്ഛനെയും കൂട്ടിയിട്ട് തന്നെ വന്നത്. കാരണം പലതരത്തിലുള്ള ആൾക്കാരായിരിക്കും ഇതിൻ്റെ ഉള്ളിലും കയറി ഇരിക്കുന്നുണ്ടാവും, നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് വലിയ സേഫ് ഒന്നല്ല. നമ്മളെ നാടായാലും എന്തായാലും നമ്മൾ പോകുമ്പം ഒരു സേഫ്റ്റി വേണമല്ലോ നമുക്ക്. അപ്പോൾ അവിടെ 2 ഏട്ടന്മാരിങ്ങനെ മീൻ പിടിക്കുന്ന കണ്ടു. അങ്ങനെ ഞാൻ ആ ഒരു ധൈര്യത്തിനാണ് കിഞ്ഞു പോകുന്നത്. പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരലുണ്ട്. ഇപ്പം മഴ ആയതുകൊണ്ടാണ് അവിടെ തിരക്കില്ലാത്ത. അല്ലെങ്കിൽ ഞാൻ ഇടക്കിടക്കൽ ഇങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് തിരക്കെല്ലാം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്കെല്ലാം ഉണ്ടാവുന്നുണ്ട്. പാലത്തിന്റെ അടുത്തൊന്നും കുഴപ്പമില്ല. ഉള്ളിൽ കയറുമ്പോൾ ഒറ്റക്ക് പോവാണ്ട് ആളെ കൂട്ടിയിട്ട് പോകുന്നതാണ് കുഴപ്പമില്ല. കാണിച്ചു തരാം. ആടെ ഒരു ഏട്ടൻ മീൻ പിടിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഏട്ടാ, ഇത് യൂട്യൂബിലിടാൻ എടുത്തോട്ടെ? കിട്ടലുണ്ടോ മീൻ?
കാര്യം കാണാൻ പറ്റും. ഞാനൊരു മണ്ടത്തരം ചോദ്യം ആ ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, അതിലെന്താന്ന് ഇട്ടിട്ടില്ലെന്നാണ് ചോദിക്കുന്നത് വലയിൽ. ഇതിലെന്നാ ഇട്ടിട്ടില്ല ഇലയാ ഒന്നുമില്ല. ഓരോ പ്രാവശ്യം വല എറിയുമ്പോൾ അതിൻ്റെ ആ ഒരു കുടുങ്ങിയിട്ടെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞിട്ട് വേണം അടുത്ത പ്രാവശ്യം വല വീശാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് നല്ലോണം മീൻ ഉണ്ടാവലുണ്ട് എന്നാണ് ഏട്ടൻ പറഞ്ഞത്. മഴക്കാലത്ത് ഞാനും അമ്മയും വരലേ കുറവാണ്, കാരണം വീട്ടിൽ നിന്ന് വിടൂല, അമ്മ വരൂല. വേറൊന്നും കൊണ്ടല്ല, എനക്കും അമ്മക്കും നീന്തൽ അറിയില്ല. എങ്ങാനും സ്ലിപ്പായിട്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ 3 കുഞ്ഞു മീൻ പെട്ടിട്ടുണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. കരിമീൻ കിട്ടിയിട്ടുണ്ടായിനി. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കിത് എന്നാ പ്രോസസ്സ് എന്നെല്ലാം ഞാൻ ആ ഏട്ടനോട് ചോദിച്ച് മനസ്സിലാക്കി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം. അവർ തോണിയിലും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മഴക്കാലത്തെല്ലാം പോലുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ദിവസം തോണിയിൽ വരാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല കമ്പനിയായി ആടെ പോയിട്ട്. 2 ആളുണ്ടായിനി, 2 ആളടുത്തേക്കും പോയിട്ടുണ്ടായിനി. നല്ല കമ്പനിയിലെ ഏട്ടന്മാരാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന ചെറിയ കുട്ടികളോട് പറയാനില്ലേ, നിങ്ങൾ വീട്ടിൻ്റെ അടുത്തായാലും എവിടെ ആയാലും വെള്ളമുള്ള സ്ഥലത്തേക്ക് പോകുമ്പം അച്ഛനും അമ്മയും വീട്ടിലുള്ളവരെല്ലാം കൂട്ടിയിട്ട് വേണം പോകാൻ. ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി പാടില്ല, ഭയങ്കര അപകടമാണ്. ഏച്ചി അച്ഛനെ കൂട്ടിയിട്ട് പോയ പോലെ നിങ്ങൾ വീട്ടിലുള്ള ആരെയും കൂട്ടിയിട്ട് വേണം പോകാൻ. വീട്ടിലുള്ളവർ കാണാണ്ടൊന്നും പോകാൻ പാടില്ല. നിങ്ങൾ പോകണമെന്ന് പറഞ്ഞാൽ അവരെന്തായാലും നിങ്ങളെ കൂട്ടിക്കൊണ്ടു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ നടുക്കേ പോകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടി. കാരണം വഴുക്കോ ഒന്നും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്ലിപ്പായിട്ട് നേരെ വീഴുന്നത് ഇത്രയും ശക്തിയിൽ ഒലിച്ചു പോകുന്ന വെള്ളത്തിൻ്റെ അടുത്തായിരിക്കും. നല്ല ശക്തിയിലാണ് വെള്ളം വരുന്നത്. അപ്പം വല വീശുന്നത് ഞാൻ അവിടെ നടുക്ക് നിന്നിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാനും അച്ഛനും നല്ല സൂക്ഷിച്ചിട്ടാണ് നടക്കുന്നത്. അതുപോലെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നത് ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നല്ല ശക്തിയിലാണ് ഒഴുകുന്നത്. 2 സ്ഥലത്ത് ഇങ്ങനെ കെട്ടി വെച്ചതുകൊണ്ട് വെള്ളം അത്ര ഇതിൽ പോകുന്നില്ല. ബാക്കി എല്ലാ സ്ഥലത്തും വെള്ളം ഫ്രീ ആയിട്ട് തന്നെയാണ് പോകുന്നത്. നല്ലോണം മഴ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലത്തിൻ്റെ മുകളിലെ വെള്ളം പോകുന്നതാണ് പറഞ്ഞത്. അപ്പം പിന്നെയും മീൻ പിടിക്കാൻ കുറച്ചും കൂടി സൗകര്യമായിരിക്കും. നമ്മൾ ആടെ എത്തി കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ല മഴ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. മഴ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏട്ടൻ രാവിലെ വന്നതാണ്. പാവം ഫുൾ നനഞ്ഞിട്ടാണ് ഉള്ളത്. ആ ഭാഗത്തുള്ളവരെല്ലാം സാധാരണ മീൻ പിടിക്കാൻ വരലുണ്ട്. ഇപ്പം ഭയങ്കര തീ വിലയാണ്. ഇവിടെ നല്ല മഴയായി, നമുക്ക് മഴ പണി തന്നു. അതുകൊണ്ട് നമ്മൾ മഴയത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഏട്ടന്മാർ ഇപ്പോൾ മീൻ പിടിക്കുന്നുണ്ട് മഴയത്ത്. ഇതായപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, നല്ല മഴയാണ്. പക്ഷെ ഇവിടെ വേറെ ഒരു ഫീലാണ്. ഇതവര് വീട്ടിലുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് പിടിക്കുന്നതാണ്, പുറത്ത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ ഈ മീനിന്റെ പേരാണ് ചെമ്പല്ലി എന്ന് പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് നല്ലോണം കുത്തുന്നാ പറഞ്ഞത്. ആ ഏട്ടന്റെ കൈമ മുറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ചെമ്പല്ലി കുത്തിയിട്ടാന്നാ പറഞ്ഞത്. പുറത്തൊന്നും ഇറങ്ങാത്ത ഒരാളാണ്. ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് നമുക്ക് നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ വേണ്ടി പറ്റി. അവർ ഇത് ചെയ്യുന്നതെല്ലാം നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടെല്ലാം പറ്റി. അപ്പം അങ്ങനെ മഴയെല്ലാം കുറഞ്ഞ് പിന്നെ നമ്മൾ അവരോട് പോട്ടെ എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് പോവുകയെന്ന്. അപ്പം അവിടെ കണ്ടുകൊണ്ട് കണ്ടം കാണാൻ ഭയങ്കര രസമാണ്, അത്രക്ക് അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ടാവും, ആ സ്ഥലം നല്ല ക്ലീനാണ്, പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് നാട്ടുകാരും എല്ലാവരും കൂടി അത്രക്ക് നന്നായിട്ട് പരിപാലിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഇവിടുന്ന് നേരെ റോഡ് നമുക്ക് കാണാൻ വേണ്ടി, പിന്നെ കുറച്ച് ചളിയില്ലോണ്ട് തന്നെ മെല്ലനെ സൂക്ഷിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ മെല്ലനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോയിന്ന്. അടുത്ത മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയാവും. അച്ഛന് കോട്ട എടുത്തിന്, എനിക്ക് കോട്ട എടുത്തിട്ടില്ല. എന്നാലും വേഗം വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ മഴ നനയാണ്ട് എത്താലോ വെച്ചിട്ട് ഇങ്ങനെ വേഗം പോവുകയെന്ന്. അപ്പം നമ്മൾ അങ്ങനെ പാലത്തിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ചയാണ് ഈ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നിട്ട് സമയം പോയതേ അറിഞ്ഞിട്ടില്ല. ഒരു മണിക്കൂറോളം നമ്മൾ അവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളെ ക്യാമറമാൻ ഇപ്പം അച്ഛനാണ്. അച്ഛൻ കണ്ണിൻ്റെ സൈഡിൽ ഇങ്ങനെ ഫോൺ ചേച്ചിട്ട് എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അടുത്തേക്ക് വാങ്ങുന്നു. അപ്പം ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ തിരിഞ്ഞത് നല്ല വൃത്തിയിൽ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്കൊരു പുതിയ ക്യാമറമാനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അച്ഛൻ ഇത്രയും നന്നായിട്ട് വീഡിയോ എടുക്കും. സാധാരണ അമ്മയാണ് എനിക്ക് വീഡിയോ എടുത്തരല്. അപ്പം ഇന്ന് അച്ഛൻ പറഞ്ഞു ഞാൻ എടുത്തരാ കൊണ്ടാ, നിന്റെ വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചിട്ട് എടുത്തതാണ്. അപ്പം നമ്മൾ സൈഡിലേയും എല്ലാം നോക്കിയിട്ട് കണ്ടം നോക്കാൻ വേണ്ടി പോവുകയെന്ന്. നമ്മൾ കുറച്ച് സമയം ഇവിടെ നിൽക്കണം എന്നെല്ലാം വിചാരിച്ചിട്ടായിരിക്കും വരുക. പക്ഷെ കുറച്ചധികം സമയം നിന്ന് പോവും. അത്രക്ക് കാമായിട്ടുള്ള സ്ഥലമാണ്.
പോകാൻ വേണ്ടി പോയിന്ന്. റോഡിന്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണിത്. നമ്മൾ എന്നിട്ട് നേരെ വെള്ളൂരെ പീടിയെ പോയി. അച്ഛൻ പറഞ്ഞു എന്റെ കൈമ ഒരു 20 റുപ്യ ഉണ്ടെന്ന്. അബദ്ധത്തിൽ പറഞ്ഞു പോയി. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എനിക്ക് കുറച്ച് സാധനം മേടിക്കണം. അങ്ങനെ എനിക്ക് ഒരു ഇൻസ്റ്റന്റ് കോഫി പൗഡർ മേടിക്കണം എന്നുണ്ടായി. അങ്ങനെ അതും മേടിച്ചു. പിന്നെ 2 റുപ്യന്റെ ഐസ്. എനിക്ക് പിന്നെ ഏത് കാലത്തായാലും ഐസ് നിർബന്ധം. ഐസ് തിന്നാൽ മഴക്കാലം, വേനൽക്കാലം, അതുപോലെ തന്നെ മഞ്ഞുകാലം ഒന്നും എനിക്കില്ല. സാധാരണ ആൾക്കാർ ഐസ് വേനൽക്കാലത്തായിരിക്കും തിന്നുക. ഞാൻ പിന്നെ ഏത് സമയത്തും തിന്നും. അവിടെ ഇല്ലവർ ഭയങ്കര കമ്പനിയാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചാനലുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ വേഗം ഫോണിലെടുത്ത് സബ്സ്ക്രൈബ് ചെയ്തു. പിന്നെ അവരെ മോളും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടൗണിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്കിപ്പോൾ കേക്കെല്ലാം ആക്കേണ്ട ഒരു അത്യാവശ്യം കേക്കെല്ലാം ആക്കണം എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ കേക്കിൻ്റെ വിപ്പിംഗ് ക്രീമും എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. അങ്ങനെ ഐസെല്ലാം മേടിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. അച്ഛനെ അമ്മാമ്മക്കെല്ലാം കൊടുത്ത് തിന്നു. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് പുണിയമ്പുഴ കണ്ട വീഡിയോ ആണ്. അപ്പൊ ഞാൻ അതെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. എന്നെ കൊണ്ടാവുന്ന പോലെ പരമാവധി കാണിച്ചിട്ടുണ്ട്. പിന്നെ മഴയായതുകൊണ്ടും പിന്നെ എന്റെ ഫോണാണെങ്കിൽ ഓവർ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുമില്ല. ഞാൻ വിചാരിച്ചിനി കുറച്ച് അധികം സ്ഥലങ്ങളിൽ പോകണം കാണിച്ചു തരുന്നത്. പിന്നെ ഫോൺ ഓവർ ഹീറ്റ് ആവുന്നത്. പിന്നെ വേഗം മഴ ആയതുകൊണ്ട് തന്നെ അച്ഛനെ കൂട്ടി പോകുന്നതുകൊണ്ട് എനിക്ക് ടെൻഷനാണ്. കാരണം എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ മാറാൻ പണിയാണ് വയസ്സായവർക്ക്. അതുകൊണ്ട് വേഗം വെള്ളൂര് പീടികയിലെല്ലാം പോയി സാധനം മേടിച്ചിട്ട് വേഗം വീട്ടിലേക്ക് വന്നു. ഐസെല്ലാം തിന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നെ ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമെന്ന്. പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു സമ്മാനമാണ് യൂട്യൂബ് ചാനലിന് ഇത്രയും ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നതെന്നുള്ളത്. അതെന്നെ വലിയ സന്തോഷമാണ്. ഓക്കെ, ബൈ.